Hello friends. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടർബോ C++ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. അത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമ്മൾ ടർബോ C++ എന്ന് പറഞ്ഞ അതിന്റെ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വിൻഡോ അവിടെ വരുന്നുണ്ട്. ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടർബോ C++ ന്യൂ പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഈ വിൻഡോ വരണമെങ്കിൽ നമുക്ക് ഈ ടിക്ക് ഒഴിവാക്കിയാൽ ഈ വിൻഡോ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ടർബോ C++ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ C++ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ C പ്രോഗ്രാം എഴുതാനുള്ള ടർബോ C കമ്പൈലർ നമുക്ക് എന്ത് ചെയ്തു ഓപ്പൺ ചെയ്തു വന്നു. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ C++ ഫയലായിട്ടാണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഇപ്പോൾ ഇതിൽ മെനൂസ് നമുക്ക് പരിചയപ്പെടുമ്പോൾ ഇതിലിപ്പോൾ ന്യൂ ഓപ്പൺ സേവേഴ്സ് അങ്ങനത്തെ ചേഞ്ച് ഡയറക്ടറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കും എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് Alt+X എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ എഡിറ്റിൽ അൺഡു റീഡു അങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാ കാര്യങ്ങൾ. പിന്നെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൺ ഉണ്ട്. റണ്ണിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പൈൽ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക റൺ ചെയ്യണമെങ്കിൽ അതിൽ മേക്ക് ലിങ്ക് ബിൽഡ് ഓൾ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. റണ്ണ് ട്രൈസ് ഇൻറ്റു എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഇതിൽ റൺ എന്ന് പറഞ്ഞ മെനുവിൻ്റെ അകത്തുണ്ട്. പിന്നെ വരുന്നത് ഡീബഗ് പ്രൊജക്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട്. പിന്നെ വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് നമ്മളെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് കൊടുക്കാം. ക്ലോസ് കൊടുന്ന് കൊടുത്താൽ നമ്മൾ എത്ര പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാം. പിന്നെ അടുത്ത മെനു ആണ് വരുന്നത് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ മെസ്സേജ് നമ്മൾ എറേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള മെസ്സേജ് ബോക്സ്. പിന്നെ നമുക്ക് പ്രോഗ്രാം എഴുതാനുള്ള ഒരു ഏരിയ. ഇത്രയാണ് എന്ത്. പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ അതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ പറയുന്നുണ്ട്. F2 സേവ്, F3 ഓപ്പൺ, Alt F9 കമ്പൈൽ, F9 മേക്ക്, F10 മെനു എന്ന് പറഞ്ഞിട്ടുള്ള റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ F9 അടിച്ചാൽ നമുക്ക് റൺ ചെയ്യാം. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് Alt F9 ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് C പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് ഇതൊന്ന് കൂടുതൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളത് സേവ് ചെയ്യാം. അപ്പോൾ അത് സേവ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അകത്താണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്ടറീസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു hello.c എന്ന് പറഞ്ഞ ഇത് പേര് മാറിയിട്ട് hello.c എന്നായി. അപ്പോൾ ഇനി നമ്മൾ പ്രോഗ്രാം എഴുതാണ് നമ്മൾ അതിന് നമ്മളെ ഹെഡർ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. std.io.h നമ്മളിപ്പോൾ സിമ്പിൾ പ്രോഗ്രാം എഴുതുന്നത് ഒരു അരോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. മെയിൻ ഡീറ്റെയിൽസും സ്ട്രക്ചറും ഒക്കെ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയലിൽ നോക്കാം. അപ്പോൾ സിയിൽ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് printf എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കും. നേരിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട്സിൽ കൊടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുക്കും. നമ്മളിപ്പോൾ ഈ ഔട്ട്പുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ get ch എന്ന് പറഞ്ഞ ക്യാരക്ടർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൊടുത്തു. സ്ക്രീനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് clr ക്ലിയർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. F2 എന്ന് കൊടുത്താൽ നമുക്കുണ്ടോ F2 പ്രസ് ചെയ്താൽ സേവ് ചെയ്തു. പിന്നെ നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. വാണിങ് 0, എറേഴ്സും 0, ലൈൻസ് ഓഫ് കമ്പൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. hello.c എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ. ഇനി നമുക്കിത് റൺ ചെയ്യണമെങ്കിൽ റണ്ണിൽ പോയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ F9 അടിച്ചാൽ ഉണ്ടോ അപ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു പ്രിന്റ് ഫോണിൽ കൊടുക്കണമെങ്കിൽ ലൈൻ കൊടുത്തു. ജസ്റ്റ് ഹലോ എന്ന് കൊടുത്തു. എറേഴ്സും വാർണിംഗ് ഒന്നുമില്ല.
റൺ ചെയ്താൽ ഉണ്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ സി പ്രോഗ്രാം. നമ്മൾ C++ ആണെങ്കിൽ .cpp എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. C ആണെങ്കിൽ .c എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ടർബോസ് C++ എന്ന് പറഞ്ഞ കമ്പൈലർ. അപ്പോൾ അതിനുള്ള മെനൂസും കാര്യങ്ങളും സേവ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും പ്രോഗ്രാം ഇപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത പ്രോഗ്രാമാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ കൊടുക്കാം. നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഓപ്പൺ കൊടുക്കാം കേട്ടോ. റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം.